വനവാസത്തിനിടയിൽ സീതാദേവിയെ രാവണൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോകുന്നു. സീതാദേവിക്കായുള്ള അന്വേഷണം സമുദ്രതീരത്തെത്തുകയും ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് രാവണൻ്റെ രാജ്യമായ ലങ്കയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. അവിടെ സീതാദേവിയെ അശോകവനികയിൽ കണ്ടുമുട്ടുന്ന ഹനുമാൻ തിരികെ വന്ന് ശ്രീരാമചന്ദ്രനെ ആ വിവരം അറിയിക്കുന്നു. തൻ്റെ ഭാര്യയായ സീതാദേവിയെ തിരിച്ചു ലഭിക്കുന്നതിനായി ലങ്കയിലേക്ക് ചെന്ന് രാവണനുമായി ഏറ്റുമുട്ടുവാൻ ശ്രീരാമൻ തീരുമാനിക്കുന്നു. ലങ്കയിലേക്ക് പോകുന്നതിനു വേണ്ടി ഒരു വലിയ പാലം പണിയുവാൻ ശ്രീരാമൻ ആരംഭിക്കുന്നു. വാനര സൈന്യവും കാട്ടിലെ മറ്റു പല മൃഗങ്ങളും പാലം പണിയുന്നതിന് ശ്രീരാമദേവനെ സഹായിക്കുന്നു. വലിയ പാറക്കല്ലുകൾ ഉരുട്ടിക്കൊണ്ടുവന്നും ചുമന്നുകൊണ്ടുവന്നും അവർ കടലിലിടാൻ ആരംഭിച്ചു. ഇതിനിടയിൽ ഒരു ചെറിയ അണ്ണാൻ തൻ്റെ കയ്യിലൊതുങ്ങുന്ന കൊച്ചു കല്ലുകൾ കൊണ്ടുവന്ന് വലിയ പാറകളുടെ ഇടയിൽ നിക്ഷേപിക്കുന്നത് വാനരന്മാർ ശ്രദ്ധിച്ചു. തങ്ങളുടെ പ്രവൃത്തിക്കിടയിൽ ഒരു ശല്യമായി മാത്രമേ അവർക്കത് കാണുവാൻ സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അവനെ കണക്കറ്റ് പരിഹസിക്കുകയും തങ്ങളുടെ ജോലിക്ക് ശല്യമാകാതെ അവിടെ നിന്ന് മാറിപ്പോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ദുഃഖിതനായ അണ്ണാൻ ശ്രീരാമൻ്റെ അരികിൽ ചെന്ന് തൻ്റെ ദുഃഖം അറിയിച്ചു. ശ്രീരാമൻ അണ്ണാനെയും കൂട്ടി വാനര സൈന്യത്തിൻ്റെ അടുത്ത് വരികയും അവർ കടലിൽ നിക്ഷേപിച്ച കല്ലുകളുടെ ഇടയിലുള്ള വിടവുകൾ ഇല്ലാതാക്കി പാലത്തെ ബലപ്പെടുത്തുന്നതിന് അണ്ണാൻ കൊണ്ടുവന്ന ചെറിയ കല്ലുകൾ എത്രമാത്രം സഹായിച്ചു എന്നും അവർക്ക് കാണിച്ചു കൊടുത്തു. എത്ര ചെറിയ സഹായത്തെയും അതിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ കാണണമെന്ന് അവരെ ശ്രീരാമൻ ഉപദേശിച്ചു. തുടർന്ന് തന്നെ സഹായിച്ച അണ്ണാൻ്റെ മുതുകിൽ ശ്രീരാമൻ തൻ്റെ വിരലുകൾ കൊണ്ട് സ്നേഹപൂർവ്വം തലോടി. ആ മൃദുവായ തലോടലിൽ അണ്ണാറക്കണ്ണൻ്റെ മുതുകിൽ 3 വരകൾ പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം എന്ന രീതിയിൽ എല്ലാ അണ്ണാന്മാരുടെയും മുതുകിൽ ഈ 3 വരകൾ കാണുവാൻ സാധിക്കുന്നു.